ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ സീഡ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 3-4 ചേരുവകൾ മതിയിട്ടത് ഉണ്ടാക്കാൻ. നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ പെരുന്നാളിൽ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സീഡ്സാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 250 ഗ്രാമാണ് കേട്ടോ. ഞാനിപ്പോൾ ചെറിയ അളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ വെറും 100 ഗ്രാം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതിയുടെ അടുത്ത് നമ്മളെടുത്താൽ മതി. പകുതി എടുക്കണ്ട, അതിൻ്റെ കുറച്ചും കൂടി കുറച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ തിന്നായിട്ടുള്ള സേമിയ എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളിതിനി വേവിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരവിയത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറഞ്ഞ തീയിൽ തന്നെ 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. നമ്മളിത് കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഫുൾ ടൈം ചെയ്യുന്നത്. പിന്നെ കാഷ്നട്ട് ക്രഷ് ചെയ്തത് ഞാൻ ഒരു 5 ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 5 കശുവണ്ടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ 400 ഗ്രാമിൻ്റെ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ സേമിയ വേവിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് നല്ല പോലെ റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിന്നായ സേമിയ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രഞ്ചിനെസ് ആവും കേട്ടോ. ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു മെഷർമെൻറ്റ് കപ്പ് എടുത്തിട്ടുണ്ട്, 1/3 കപ്പ് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കാം, പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോൾസിൻ്റെ ഷേപ്പിലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ട് കിട്ടും. നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സീഡ്സാണ് കേട്ടോ ഇത്. നമ്മൾ കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചിനെസ്സാണ് ഫീൽ ചെയ്യുക. പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മിൽക്ക് മെയ്ഡൊക്കെ അല്ലേ ചേർത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറഞ്ഞ ചേരുവയിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സീഡ്സാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ, അതുപോലെ കിഡിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ 1 ലിറ്റർ പാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടിന്ന് മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഈ സീഡ്സ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സീഡ്സ് തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.